ചില സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കുന്നത് കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ തിരികെ വരുന്നത് ഒരു കഥയുമായിട്ടായിരിക്കും. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ കുടുംബത്തോടൊപ്പം വാഗമണ്ണിലേക്ക് നടത്തിയ യാത്രയിലാണ് അത്തരമൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചത്. തങ്ങൾപ്പാറ. ആദ്യമായി കാണുമ്പോൾ വാഗമണ്ണിലെ മറ്റൊരു മനോഹരമായ മലമുകളായി മാത്രമേ തങ്ങൾപ്പാറ തോന്നുകയുള്ളൂ. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പിന്നിലുള്ള കഥകൾ അറിയുമ്പോൾ ഇവിടെയുള്ള ഓരോ കല്ലിനെയും ഓരോ മലനിരകളെയും നമ്മൾ കുറച്ചുകൂടി കൗതുകത്തോടെ നോക്കാൻ തുടങ്ങും. വാഗമൺ ടൗണിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ അകലെയുള്ള കോലാഹലമേട്ടിലാണ് തങ്ങൾപ്പാറ സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികൾക്കൊപ്പം തന്നെ ഒട്ടേറെ വിശ്വാസികളെത്തുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് തങ്ങൾപ്പാറ. പ്രാദേശിക വിശ്വാസമനുസരിച്ച് ഏകദേശം 800 വർഷങ്ങൾക്ക് മുൻപ് ഹുസ്രത് ഷെയ്ഖ് ഫരീദുദ്ദീൻ ബാബ എന്ന സൂഫി സന്യാസി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കേരളത്തിലെത്തിയെന്നാണ് പറയപ്പെടുന്നത്. വാഗമണ്ണിലെ ഈ മലമേഖലയിൽ അദ്ദേഹം കുറച്ചുകാലം പ്രാർത്ഥനയിലും ആത്മീയ ചിന്തകളിലും മുഴുകി കഴിഞ്ഞിരുന്നതായും വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ വിശ്വാസങ്ങളാണ് പിന്നീട് ഈ സ്ഥലത്തിന് തങ്ങൾപ്പാറ എന്ന പേര് ലഭിക്കുന്നതിനും ഇതൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറുന്നതിനും കാരണമായത്. പ്രാദേശികമായി പ്രചാരത്തിലുള്ള ഒരു കഥയനുസരിച്ച് ഈ പാറ ഒരു കാലത്ത് ആ സന്യാസി പാൻ തയ്യാറാക്കാൻ ഉപയോഗിച്ചിരുന്ന ചെറിയൊരു കല്ലായിരുന്നത്രേ. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ ചെറിയ കല്ല് കാലക്രമേണ വളർന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഈ കൂറ്റൻ പാറയായി മാറിയെന്നാണ് വിശ്വാസം. ഇത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണോ അതോ തലമുറകളിലൂടെ കൈമാറി വന്ന ഒരു വിശ്വാസമോ? അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ്. ഈ പാറയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കൗതുകകരമായ വിശ്വാസം കൂടിയുണ്ട്. പാറയിലെ വിള്ളലുകൾക്കിടയിൽ ചൂടുള്ള കാലാവസ്ഥയിലും വെള്ളം നിലനിൽക്കുന്ന ഒരു ചെറിയ ഉറവയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള കഥകളും വിശ്വാസങ്ങളുമാണ് തലമുറകളായി തങ്ങൾപ്പാറയുടെ ആത്മീയ പ്രാധാന്യത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നത്. മുകളിലെത്തുമ്പോൾ ഷെയ്ഖ് ഫരീദുദ്ദീനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രാർത്ഥനാ കേന്ദ്രവും ഇവിടെ കാണാം. മുസ്ലിം വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ് തങ്ങൾപ്പാറ. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ഉറൂസ് ആഘോഷങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട്. അതേസമയം വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട സഞ്ചാരികളും ഈ സ്ഥലത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷം അനുഭവിക്കാനുമായി എത്തുന്നു. ഒരുപക്ഷെ വാഗമണ്ണിൻ്റെ ഏറ്റവും മനോഹരമായ പ്രത്യേകതകളിലൊന്നും ഇതുതന്നെയായിരിക്കാം. വാഗമണ്ണിലെ 3 പ്രധാന മലകൾ തങ്ങൾപ്പാറ, കുരിശുമല, മുരുകൻമല. 3 മലകൾ, 3 വ്യത്യസ്ത ആത്മീയ പാരമ്പര്യങ്ങൾ, പക്ഷേ ഒരേ മനോഹരമായ പ്രകൃതി. വ്യത്യസ്ത വിശ്വാസങ്ങൾക്കിടയിലെ സൗഹാർദ്ദത്തിൻ്റെ മനോഹരമായ ഒരു ഉദാഹരണം കൂടിയാണ് വാഗമൺ. തങ്ങൾപ്പാറ എന്നത് വെറുമൊരു സ്ഥലമല്ലെന്ന് തോന്നും. ഇതൊരു യാത്രയാണ്, ഒരു ചരിത്രമാണ്, ചില വിശ്വാസങ്ങളുടെ കഥയാണ്. അതിലുപരി നമ്മളിവിടെ എത്തുമ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രത്യേക വികാരമാണ്. ഒരുപക്ഷെ അതാണ് യാത്രകളെ ഓർമ്മയിൽ നിർത്തുന്നത്. നന്ദി. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായതിന്. വീണ്ടും കാണാം അടുത്ത യാത്രയിൽ.